നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ്. നമ്മൾക്കെങ്ങനെ സമ്പന്നനാകാം? സമൂഹത്തിൽ കുറച്ചുപേർ പണക്കാർ, കുറച്ചുപേർ സാധാരണക്കാർ, കുറച്ചുപേർ അതിലും ഉപരി വളരെ താഴ്ന്നതട്ടിൽ തീരെ പണമില്ലാത്തവർ എന്നിങ്ങനെ കാണാൻ കഴിയും. പണത്തെ സ്നേഹിച്ചാൽ മാത്രമേ പണം നമ്മളെ തേടി വരികയുള്ളൂ. കാരണം നമ്മളിപ്പോൾ കുറച്ച് ക്യാഷ് കയ്യിൽ വന്നാൽ എന്നപാടൊന്ന് ചിലവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതിനെ തീരെ ബഹുമാനിക്കാതെ. ചില ആൾക്കാർ പണം കയ്യിൽ വന്നാൽ അതിനെ വീട്ടിലേക്ക് സ്വീകരിച്ച് ആ വീട്ടിൽ വെച്ച് ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ വെച്ച് എന്നിട്ട് ആ പണം ചിലവാക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല. അവർ പണത്തെ തീരെ ബഹുമാനിക്കാറില്ല. അവർ വഴിയിൽ നിന്ന് കുറച്ച് പണം വന്നു വീട്ടിലെത്തിക്കാതെ അതിന് കുറച്ച് സാധനമൊക്കെ വാങ്ങി കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ കൊടുത്ത് അതിനെ ആ വഴിയിൽ തന്നെ നശിപ്പിക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. പണം നമ്മുടെ കയ്യിലെത്തിയാൽ അതിനെ വളരെ ഭക്തി ആദരവോടുകൂടി സ്നേഹിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു കുടുക്കയെങ്കിലും ഒരു ചെറിയൊരു പണപ്പെട്ടി പോലെ ഉണ്ടാക്കി അതിന് ചെറിയൊരു രൂപയെങ്കിലും അതിലേക്ക് മാറ്റി അതിൻ്റെ സ്നേഹത്തോടെ അവിടെ ഇരുത്തുക. അതിനുശേഷം മാത്രമേ ബാക്കി പണം ചിലവാക്കാൻ പാടുള്ളൂ. നിങ്ങളങ്ങനെ പണത്തെ ബഹുമാനിക്കാൻ, അതിനെക്കുറിച്ച് എന്നും നിരന്തരം ചിന്തിക്കാനും തുടങ്ങിയാൽ മാത്രമേ പണം നിങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടത് എല്ലാ ദിവസവും പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഒരുപാട് പണം വരുന്നതായും എന്നെ തേടി ഈ പ്രപഞ്ചത്തിൽ നിന്നും ധാരാളം പണം ഒഴുകി എന്നിലേക്ക് വരുന്നതായി എപ്പോഴും സങ്കല്പിക്കുകയും അതിനായി കുറച്ച് സമയം മാറ്റിവെക്കുകയും വേണം. അങ്ങനെ പണത്തെ നിരന്തരം സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പണം അറിയാതെ നിങ്ങളിലെത്തും. നാനാ വഴികളിലൂടെ നിങ്ങൾ അറിയാതെ പണം നിങ്ങളെ തേടി വരും. ഇപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, നിരന്തരം അയാളെക്കുറിച്ചൊരു ചിന്തയായിരിക്കും. അങ്ങനെയാണ് ഒരു നിമിഷം പോലും അയാളെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അത്രയും പ്രയത്നം, അയാളെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ സ്വന്തമാക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ പണത്തെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിരന്തരം പണത്തെക്കുറിച്ച് ചിന്ത നിങ്ങൾ നിരന്തരം പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനായി പണം നിങ്ങളിലേക്ക് ഒഴുകുവാനായി നിങ്ങൾ കുറച്ച് സമയം എപ്പോഴും മാറ്റിവെക്കുക. ഇങ്ങനെ നമ്മൾ നാളെ ചിന്തിക്കാം, മറ്റന്നാൾ ചിന്തിക്കാം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനായി നിങ്ങൾ എപ്പോഴും കുറച്ച് മെനക്കേട് ഉണ്ടാവണം. ആ മെനക്കേട് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് പണം നിങ്ങളേക്ക് ഒഴുകി വരുന്നതായി പണത്തെ ഞാൻ ഇതിൽ സ്റ്റോപ്പില്ലാതെ ഒഴുകാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി വരുന്ന പണമാണെന്ന് തടസ്സപ്പെടുത്താതെ അതിനെ എല്ലാ ദിവസവും കണ്ടുകൊണ്ട് നിങ്ങളിൽ ഉള്ളിലേക്ക് സ്വീകരിക്കുക. നിങ്ങൾക്ക് പണം തീർച്ചയായും പണം നിങ്ങളെ തേടി വരികയും നിങ്ങൾ ഇപ്പോഴുള്ള സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനായി സമ്പന്നനാകുവാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നന്ദി. കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പണം കൊണ്ട് നേടേണ്ടുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും ഈ പണം കണ്ടുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പണത്തെ സ്നേഹിക്കുകയും ഈ പണമെല്ലാം എന്നിലേക്ക് ഒഴുകി വരുന്നതായും ഈ പണം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുമെന്നും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക.
പണം നിങ്ങളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പണമെല്ലാം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങൾ പണമില്ലാതെ ഒട്ടും വിഷമിക്കുകയില്ല. പണം എന്ന ഒരു കുറവ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പണം നിങ്ങളെ സ്നേഹിക്കുന്നു.